വസന്ത് സനോജിനോട് ചോദിച്ചിട്ട് പറയാം. ശരി, ശ്രീ വസന്ത്, ഒരു സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ സർക്കാരിനും ആ മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ 10 വർഷം തുടർച്ചയായി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ മുഖ്യമന്ത്രിക്കുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത്. ആ ആത്മവിശ്വാസം തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, സർക്കാരിന്റെ മെഷീനറിയെ ഉപയോഗിച്ചാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തെറ്റാണോ വസന്ത്? ഒരു കുഴപ്പമില്ല. പക്ഷെ അത് തെറ്റാണെന്ന് കേരളത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് കണ്ടത്. പി ഡി സതീശനല്ല, ഏറ്റവും എളിയ പ്രവർത്തകനായ വസന്ത് കുമ്പിളിയുമല്ല, വസന്ത് ശ്രീക്കുമല്ല. അത് കണ്ടത് കേരളത്തിന്റെ ഹൈക്കോടതിയാണ്. ഇല്ലീഗലാണ്, 1 രൂപ പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നോക്കൂ, പി രാജീവിന്റെ സമരം, ഇതാണ് ആ സമരം. അദ്ദേഹം ഇതിനേക്കാൾ മർദ്ദനം ഏറ്റവും മൃതപ്രായരായി കിടക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട്, എനിക്ക് സഹപ്രവർത്തകരുണ്ട്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തലച്ചോറടിച്ച് വെളിയിലിടുന്ന രീതിയിൽ ഇടപെട്ടത് എന്റെ സുഹൃത്തുക്കളുണ്ട്. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട മൂവാറ്റുപുഴയിൽ എനിക്കൊരു സഹപ്രവർത്തകനുണ്ട്. തിരുവനന്തപുരത്ത് മൈക്കിൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. എത്ര നീചമായാണ് നിങ്ങളുടെ പോലീസ് കൈകാര്യം ചെയ്തത്. ഇനി ഈ രാജീവിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ഈ ചരിത്രത്തിൽ ഞാനത് പണ്ടും ഈ സുരേഷിനോട് തന്നെയാണെന്ന് തോന്നുന്നു മറ്റൊരു ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. കോഴിക്ക് മുല വന്നു എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ മുല വന്നേ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ബക്കറ്റും എടുത്ത് പാല് കറക്കാൻ ഇറങ്ങുന്നത് നിങ്ങളുടെ പ്രവർത്തകരാണ്. അത് ഞങ്ങളെല്ലാം കറക്കണമെന്ന് പറഞ്ഞാൽ ആ പണി നടക്കത്തില്ല. നവംബർ മാസം 24-ാം തീയതി 1994 ഈ അടി കൊള്ളുന്നത് രാജീവ്. എന്തിനാ? കൂത്തുപറമ്പിൽ. റവാഡ ചന്ദ്രശേഖരൻ ആരാ അറിയാലോ അല്ലെ? റവാഡ ചന്ദ്രശേഖരൻ ഇപ്പൊ എവിടെയാ അതും അറിയാലോ അല്ലെ? 2, നിങ്ങൾ ഈ ശാസ്ത്രീയവൽക്കരണവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. സ്വകാര്യവൽക്കരണം 10% ആക്കിയപ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ, ഈ പറയുന്ന രക്തസാക്ഷികളെ തള്ളിവിട്ടുകൊണ്ട് നിങ്ങൾ സമരം നടത്തിയത്. എന്നിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 100% പ്രൈവറ്റൈസേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ് ഏത് ക്യാബിനറ്റാ അംഗീകാരം കൊടുത്തത്? 1ാം പിണറായി ഗവൺമെന്റ് ആണ്. 100% വിദ്യാഭ്യാസത്തെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തത് പിണറായി വിജയന്റെ 1ാം ഗവൺമെന്റ് ആണ്. ആ പേരിലാണ് നിങ്ങൾ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് പാടി നടക്കുന്നത്. ആ പുഷ്പൻ എന്തിനു വേണ്ടിയാണോ ജീവച്ഛവമായി കടന്നത്, ആ സ്റ്റേക്ക് ഉണ്ടല്ലോ, ആ ആവശ്യത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞ് അതിനുശേഷം വന്ന UDF ഗവൺമെന്റുകളെല്ലാം തന്നെ 40% അപ്പുറത്തേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചതിനെ അങ്ങനെയല്ല, പുഷ്പൻ അവിടെ കിടക്കണം 100% ആക്കും എന്ന് തീരുമാനിച്ചവരാണ് നിങ്ങളുടെ ഗവൺമെന്റ്. ഈ പുഷ്പൻ അടക്കമുള്ള നിങ്ങളുടെ സഹപ്രവർത്തകരെ വെടിവെക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട റവാഡ ചന്ദ്രശേഖരനെ ആണയിച്ചു കൊണ്ടുവന്ന് പോലീസ് ആസ്ഥാനത്ത് DGP ഒക്കെ ഇരുത്തുന്നവരാണ് നിങ്ങളുടെ ഗവൺമെന്റ്. അപ്പൊ ആ സമരത്തിന്റെ ചരിത്രം എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. 2, ഈ കേരളത്തിലെ വലിയ വികസനങ്ങളുമായി ബന്ധപ്പെട്ട പറഞ്ഞത്, അതിന് 1 മിനിറ്റ് ഞാൻ ഉത്തരം പറയാം. ഏതെങ്കിലും 10 ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ചോദിക്കും, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പി രാജീവ് പറഞ്ഞിട്ടുണ്ട്, വേണമെന്നേ അങ്ങ് തന്നെ പറഞ്ഞാൽ മതി. ഈ 10 വർഷത്തിനിടയിലുള്ള ഒരു വൻകിട പ്രൊജക്ടിന്റെ പേര് പറയാൻ നിങ്ങൾക്കില്ല. എന്നാൽ കൊച്ചി വിമാനത്താവളം, കൊച്ചി മെട്രോ, ഗെയിൽ പൈപ്പ് ലൈൻ, ഈ പറയുന്ന ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് അടക്കമുള്ള വിവിധ പദ്ധതികൾ, വിഴിഞ്ഞാണ് അടക്കമുള്ള വിവിധ പദ്ധതികൾ, ഇതിനെല്ലാം ഏതാണ് ടെക്നോ പാർക്ക് നയനാർ കൊണ്ടുവന്ന നിങ്ങളുടെ അല്ല. അല്ല, ഞാൻ പറയാം കേക്ക്. ഇങ്ങനെ തുടങ്ങിയതിനെല്ലാം മുമ്പിലേക്ക് ഇറങ്ങി ചാടി പുറപ്പെട്ട് അവിടെ എല്ലാം സമരം ചെയ്തവരാണ് ഈ കൂട്ടർ. എന്നിട്ട് നാണവമാനവും ഇല്ലാതെ ആ സർക്കാർ വരുമ്പോ, ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഏറ്റവും അവസാനം ഇവരുടെ സർക്കാർ വരുമ്പോ അവിടെ പോയി TAയും കൈപ്പറ്റും. അങ്ങേക്ക് അറിയാമല്ലോ, കൊച്ചി വിമാനത്താവളത്തിന്റെ മുമ്പിൽ എന്റെ നെഞ്ചത്തൂടല്ലാതെ വിമാനം കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്ന S ശർമ്മയെ, ആ ശർമ്മയാണ് പിന്നീട് LDF ഗവൺമെന്റ് വന്നപ്പോ കൊച്ചി വിമാനത്താവളത്തിന്റെ സിയാലിന്റെ ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണിതമായി പോയിരുന്നു അവിടെ നിന്ന് TAയും കൈപ്പറ്റി അതുകൊണ്ട് സുഖവാസം നടത്തിയത്. S ശർമ്മ, നിങ്ങളുടെ മുൻ മന്ത്രി, അയാൾ അവിടെ DYFയുടെ നേതാവായിരുന്നു ആ സമരകാലത്ത്. ഗെയിൽ പൈപ്പ് ലൈൻ, പി രാജീവിന്റെ എത്ര സമരങ്ങൾ നമ്മൾ കണ്ടതാ. രാജീവ് അടക്കമുള്ളവർ സമരം ചെയ്ത്, യുവജന നേതാക്കൾ സമരം ചെയ്തതിനൊന്നും ഞാൻ തെറ്റ് പറയില്ല, ഞങ്ങളടക്കം സമരരംഗത്തുള്ളവരാ. പക്ഷേ നമ്മൾ ഒരു ടേക്കുമായി ബന്ധപ്പെട്ട് സമരത്തിൽ ഏർപ്പെടുത്തു. പിന്നീട് നമ്മൾ അധികാരത്തിൽ വരുമ്പോ അത് അപ്പാടെ മറന്ന്, ഏതപ്പാ കോതമംഗലം എന്ന് പറയുന്ന പോലെ അത് മുഴുവൻ മറന്നിട്ട് അതിനെ മുഴുവൻ തമവൽക്കരിച്ചിട്ട് പിന്നീട് ആ പദ്ധതിയുമായി മുമ്പോട്ട് പോയിട്ട് ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്നത് 8 മമ്മൂഞ്ഞിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ, കാണ്ടാമൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള തൊലിക്കെട്ടിയാണ് എന്ന് പറയാതെ വയ്യ. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു. ഞാൻ ചോദിക്കട്ടെ, 81 ലക്ഷം വീടുകളിലേക്ക് കയറും, എന്നിട്ട് അവിടെ റിപ്പോർട്ട് എടുക്കുമെന്നാണ് നിങ്ങളുടെ സർക്കാർ പറഞ്ഞത്, അവകാശപ്പെട്ടത്. അവസാന ദിവസത്തെ റിപ്പോർട്ട് എത്രയാ? 6 ലക്ഷം വീടുകളിലേ എത്തിയുള്ളൂ. അതായത് 10 ദിവസം ബാക്കി നിൽക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് മിച്ചമുണ്ടായിരുന്നത് 79 ലക്ഷം വീടുകളിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ DYFI സഖാക്കൾ എന്ന സാധനം ഞാൻ പിൻവലിക്കുകയാണ്. കാരണം DYFI സഖാക്കൾ പോലും ഇതിൽ പങ്കെടുത്തില്ല.
അവർ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 79 ലക്ഷം വീടുകൾ മിച്ചം വരുമായിരുന്നില്ല ഈ സർവേയുമായി ബന്ധപ്പെട്ട്. രണ്ട്, നിങ്ങൾക്ക് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു സർവേ? നിങ്ങൾ പറഞ്ഞില്ലേ അതിദാരിദ്ര്യ വിമുക്ത സർവേ നിങ്ങൾ നടത്തിയെന്ന്. ആ സർവേ എവിടെയുണ്ടെന്നോ അതിന്റെ റിപ്പോർട്ട് എന്താണെന്നോ ആർക്കും അറിയില്ല. നമ്മൾ ദാരിദ്ര്യ വിമുക്തം നടത്തി എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ സർവേ നടത്തിയിട്ട് നിങ്ങൾ ഏതാണ്ട് 4 വർഷം എടുത്ത് പഠിച്ചു എന്നാണ് നിങ്ങളുടെ അവകാശവാദം. അത് നിയമസഭയിൽ അടക്കമുള്ളതാണ് കേട്ടോ. അപ്പൊ ആ അവകാശവാദത്തിന്റെ സർവേയുടെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ എന്തിനാ പുതിയൊരു സർവേ പെട്ടെന്ന്? ഇനി പബ്ലിക് ആൻഡ് ഡെവലപ്മെന്റ് അനാലിസിസ് ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, വിവിധ സർക്കാർ വകുപ്പുകളുണ്ട്, അവരുടെ എല്ലാം കയ്യിൽ നിങ്ങളുടെ കയ്യിൽ സർവേ ഉണ്ട്. ആ സർവേകൾ പോരാഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ ഇറങ്ങി പുറപ്പെടുന്നത്. പണ്ടൊരു സർവേ ഉണ്ടായിരുന്നല്ലോ, അതിനെതിരെ KSU ഒക്കെ ബദൽ സർവേ കൊണ്ടുവന്നിരുന്നു. അതായത് കൂട്ടിയാലും ഉത്തരം പിണറായി വിജയൻ, കുറച്ചാലും ഉത്തരം പിണറായി വിജയൻ, ഹരിച്ചാലും ഉത്തരം പിണറായി വിജയൻ. അതായത് ഇൻഡയറക്ട്ലി എങ്ങനെയാണോ ഹിറ്റ്ലർ പ്രൊപ്പഗണ്ട മിനിസ്ട്രി നടത്തി ജോസഫ് ഗീബൽസിലൂടെ സംവിധാനങ്ങൾ കൈക്കലാക്കിയത്, ആ രീതിയിൽ ഈ പറയുന്ന ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് എന്ന് നമ്മൾ പറയില്ലേ. ഇപ്പൊ ചില സിനിമയിലൊക്കെ സൈഡിൽ കൊക്കക്കോളയുടെ പരസ്യം കാണും, പക്ഷെ കൊക്കക്കോളയുടെ പരസ്യം ആ സിനിമയിലില്ല, പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് ആണ്. ആ രീതിയിൽ ഈ സർവേയിലൂടെ ഒരു ഇൻഡയറക്റ്റ് അഡ്വർടൈസ്മെന്റ് ആണ് സർക്കാർ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾ നടത്തിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് 20 കോടി രൂപ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾ അതിദാരിദ്ര്യ വിമുക്തത ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും ചെറ്റക്കുടലിൽ കിടക്കുന്നവന്റെ കൂടി പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസ ഉള്ള പൊതുഖജനാവിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കേണ്ട എന്നാണ് ഞങ്ങളും പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞു.